അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരെയും വളരെ ആദരവോടുകൂടി ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നാം ഏവരും മനസ്സിലാക്കിയതുപോലെ തന്നെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളുമാണ് സ്നേഹക്കൂടിലെ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. ഇന്നത്തെ ഈ ഒരു സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് ബഹുമാന്യനായ പ്രൊഫസർ കെ പി സേസാറാണ്. ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. എന്നാലും പുതിയ ഒരു പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. കൗൺസിലിംഗ് രംഗത്ത് ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു മാന്യ വ്യക്തി. അതോടൊപ്പം തന്നെ സ്നേഹക്കൂടിൽ നമുക്ക് കഴിഞ്ഞ ഒരുപാട് എപ്പിസോഡുകളിൽ നല്ല മാർഗ്ഗനിർദ്ദേശം നൽകുകയും ഒരുപാട് കുടുംബങ്ങളിൽ അതിൻ്റെ സഹായം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അള്ളാഹു കൂടുതൽ കാര്യങ്ങളിൽ ഇടപഴകാനും അതിനൊക്കെ പരിഹാരം നിർദ്ദേശിക്കാനും അദ്ദേഹത്തിനും മറ്റുള്ള ആളുകൾക്കൊക്കെ നൽകട്ടെ, തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതായിരുന്നാലും അദ്ദേഹത്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ഒരുപാട് എപ്പിസോഡുകളിൽ നമ്മൾ കുടുംബവുമായി ബന്ധപ്പെട്ട പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഇന്ന് കുടുംബങ്ങളിൽ ഏറ്റവും അധികം ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന, നമുക്കൊരു ക്യാൻസർ പോലെ അല്ലെങ്കിൽ ക്യാൻസറിനേക്കാൾ കൂടുതൽ എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങൾ കുടുംബങ്ങളിലുണ്ട്. എക്സ്ട്രാ മറൈറ്റൽ റിലേഷൻഷിപ്പ്, അവിഹിതമായ ബന്ധങ്ങളിലേക്ക് ഏർപ്പെടുന്നവർ, അത് പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. അപ്പോൾ അതിൽ രണ്ടും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ചർച്ച ചെയ്യാൻ അതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ടാവും. കാരണങ്ങൾ കണ്ടെത്തിയിട്ട് പരിഹാരം നിർദ്ദേശിക്കുക എന്നാണല്ലോ നമ്മുടെ ഈ സ്നേഹക്കൂടിൻ്റെ ഒരു ലക്ഷ്യം. ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ കണ്ടെത്തി അതിൽ നിന്ന് മോചനം നേടാം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അത് ഓരോന്നായിട്ട് ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ ഇപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെയുള്ള അവിഹിത ബന്ധങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ അനാഥരാകുന്നു, കുടുംബം ആകെ തകർന്നു പോകുന്നു. ഈ ഒരു ഘട്ടത്തിൽ അതിനുള്ള ഒരു കാരണങ്ങൾ എന്ത്, പരിഹാരം എന്ത് എന്നുള്ളതാണ് നമ്മൾ ഒരു ആമുഖത്തോട് കൂടിയിട്ട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഈ ഒരു ചോദ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ റെലവൻ്റായ, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ ഒരു ബേസിനെ തകർത്ത് കളയുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പുരുഷന്മാർക്കിടയിലും സ്ത്രീകൾക്കിടയിലും അത് സംഭവിക്കുന്നുണ്ട്. സ്ത്രീകൾ വിവാഹം കഴിഞ്ഞിട്ടും ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഘട്ടത്തിൽ മറ്റൊരു പുരുഷനെ തേടി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായിട്ട് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിനുള്ള കാരണങ്ങൾ എന്ത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു വലിയ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് നിർവഹിക്കപ്പെടുന്ന കർമ്മമാണ്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും അതിനെ സംബന്ധിച്ചുള്ള ശരിയായ അറിവില്ലായ്മ ശരിക്കുമുണ്ട്. അതിന് ഉത്തരവാദി നമ്മുടെ സമൂഹം തന്നെയാണ്. കാരണം വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഉണർത്തിയ മീസാഖൻ ഗലീദ, ബലിഷ്ഠമായ കരാർ, അതിനെ സംബന്ധിച്ചുള്ള ഒരു സീരിയസ്നെസ് പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുപോലെ വൈവാഹിക ജീവിതത്തിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്, ഒരു പുരുഷൻ്റെ മനഃശാസ്ത്രം എന്താണ്, സ്ത്രീയുടെ മനഃശാസ്ത്രം എന്താണ്, രണ്ടും അറിഞ്ഞുകൊണ്ട് വേണം ഈ ഒരു രംഗത്തേക്ക് പ്രവേശിക്കാൻ. സ്ത്രീകൾ അവരുടെ മനഃശാസ്ത്രം മനസ്സിലാക്കാതെ പുരുഷൻ വിവാഹം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്ത്രീകളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്താ വേണ്ടത്, അത് പുരുഷനെ അറിയില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ മറ്റു രൂപത്തിലുള്ള ബന്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് മതനിഷ്ഠയോ ധാർമ്മിക മൂല്യങ്ങളോ ഒന്നും ജീവിതത്തിൽ ഇല്ല എങ്കിൽ മറ്റ് ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ഒരു പെണ്ണിന് വേണ്ട, അതായത് ഭാര്യയ്ക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം ഭർത്താവിൽ നിന്ന് സംരക്ഷണം കിട്ടുക എന്നുള്ളതാണ്. ആ ഒരു പ്രൊട്ടക്ഷൻ, ആ സംരക്ഷണം ഭർത്താവ് കൊടുക്കുന്നുണ്ട് എന്ന് അവൾക്ക് ഫീൽ ചെയ്യണം. കഴിഞ്ഞ ദിവസം ഒരനുഭവം ഉണ്ടായി. അതായത് കേസിലിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പോൾ നാട്ടിൽ സ്വാഭാവികമായിട്ടും ആദ്യം പറയുമ്പോൾ ഒരു കൗൺസിലിങ്ങിന് നമ്മൾ അവസാനം പോയി നോക്കുക, എന്നിട്ട് നമുക്കത് തീരുമാനം എടുക്കാമെന്നുള്ളതിൽ വന്നു. അങ്ങനെയാണ് ആ ദമ്പതിമാർ എൻ്റെ അടുത്തെത്തുന്നത്. അപ്പോൾ സംസാരിച്ച് നോക്കുമ്പോൾ ഈ പെണ്ണിൻ്റെ മൂന്നാമത്തെ വിവാഹമാണ്, ഭർത്താവിൻ്റെ രണ്ടാമത്തെ വിവാഹമാണ്. രണ്ടും ബ്രേക്കപ്പ് ആയതുകൊണ്ടാണ് അവർ റീമാരി ചെയ്തത്. എന്നാൽ 2-3 കുട്ടികളുണ്ട്. കുട്ടികളുണ്ടായിട്ട് എന്താണ് ഇവരുടെ ഇടയിലുള്ള പ്രശ്നം? അതിൽ ഒന്നാമതായിട്ട് ആ പെൺകുട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്, വീട്ടിൽ എനിക്കൊരു സെൻസ് ഓഫ് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഒരു അംഗീകാരം,
അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വ ബോധം. ഉം. അതായത് മകൻക്ക് കൃത്യമായ ഒരു സ്റ്റാൻഡില്ല. ഉം. ഉം. വാപ്പ പറയുന്നതിനും ഉമ്മ പറയുന്നതിനും അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതല്ലാതെ ആ. ഞാൻ എന്ന വ്യക്തിക്ക് ഉം. ഒരു അംഗീകാരവും സംരക്ഷണവും എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ല. ഉം. ഉം. ഇതാണ് ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉം. അപ്പോൾ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പെൺകുട്ടിക്ക് ആ സുരക്ഷിതത്വ ബോധം ഉം. കിട്ടിയിട്ടില്ല എങ്കിൽ ഉം. അതാരാ കൊടുക്കുന്നത്? അതിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആ. കാരണം നമുക്കൊക്കെ അറിയാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലൻ പിശാചാണ്. ഉം. പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വൈവാഹിക ജീവിതം ബ്രേക്കപ്പ് ആക്കലാണ്. അതെ, അതെ. അപ്പോൾ അതിനുള്ള വഴികൾ, ഉം. മാർഗങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് പിശാചി ഗവേഷണം നടത്തും. ഉം. ഉം. ഇതാണ് എനിക്ക് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ആദ്യമായിട്ട് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് ഭർത്താവിൽ നിന്നും അംഗീകാരം കിട്ടണമെന്നാണ് അല്ലേ? അപ്പൊ ഈ അംഗീകാരം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമില്ലേ? അപ്പൊ അതിന് വേണ്ട ഒരുപാട് മറ്റു അതിന്റെ കൂടെ വെച്ചെങ്കിലല്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടുള്ളൂ. ഉം. അപ്പൊ ആ അംഗീകാരങ്ങൾ കൊടുക്കാൻ ഒരു ഭർത്താവിന് പലപ്പോഴും ഭർത്താക്കന്മാർക്ക് അറിയില്ല. അപ്പൊ ആണുങ്ങളുടെ സൈക്കോളജി വേറെയാണ്, സ്ത്രീകളുടെ സൈക്കോളജി വേറെയാണ്, എൻ്റെ ഡിഫറൻ്റ് ആണ്. അപ്പൊ ഞാനൊരാണായതുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തയിൽ നിന്നേ പല കാര്യങ്ങളും ആലോചിക്കുള്ളൂ. അപ്പോൾ ഒരു സ്ത്രീകൾക്ക് അംഗീകാരം കിട്ടാൻ അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ത്രീകൾക്ക് അംഗീകാരം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പേഴ്സണാലിറ്റി ഉം. അല്ലെ, സ്ത്രീയുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം എന്ന് പറയുന്നത് ഉം. പുരുഷനിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. അതെ. ഉം. ആ പേഴ്സണാലിറ്റി എന്താണ് എന്ന് ശരിക്കും പുരുഷൻ പഠിക്കേണ്ടതുണ്ടല്ലോ. ആ, അതെ. ഉം. അതായത് ഉം. വിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഉം. അരിജാലോ ഖവ്വാമൂന അല നിസ. അതെ. അല്ലെ, പുരുഷനാണ് കൈകാര്യകർത്തൃത്വം അല്ലെങ്കിൽ ആ കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യുന്നത് ഉം. അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്നത് പുരുഷനാണ്. ഉം. എന്നാൽ ആ പുരുഷന്റെ കൂടെ ഇണങ്ങി അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ ജീവിക്കാനാണ് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത്. ആ. ഉം. ഉം. അപ്പം അതുവരെ ആ പെൺകുട്ടി ഉം. ഉപ്പയുടെ കൂടെ, ഉമ്മയുടെ കൂടെ, ഉം. ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ കൂടെ ഒരു വീട്ടിൽ 20-22 വർഷം ഉം. ജീവിച്ചൊരു പുതിയ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തൻ്റെ വീട്ടിൽ നിന്നും ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും കുടുംബത്തിൽ നിന്നും കിട്ടിയ ആ ഒരു സംരക്ഷണം ആ. ആ. നഷ്ടപ്പെടുമ്പോൾ ഉം. ഷീ മേ ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്. അവൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, തീർച്ചയായും. സ്വാഭാവികമല്ലേ? ഉം. ഉം. അതായത് ഒരു കംഫർട്ട് സോണിൽ നിന്ന്, ആ. ആ. സുരക്ഷിതമായ ഒരു സോണിൽ നിന്ന് ഉം. മറ്റൊരു വീട്ടിലേക്ക് പറിച്ചു നടപ്പെടുകയാണ്. ഉം. അപ്പോൾ ആ പറിച്ചു നടപ്പെടുമ്പോൾ ഉം. ഇവിടെ ഭദ്രമായ ഒരു കരാറ് ഏറ്റെടുക്കുന്ന പുരുഷൻ പറയുന്നത് എന്താണ്? ഉം. നിന്റെ ഉപ്പയിൽ നിന്ന് ഞാൻ നിന്നെ വാങ്ങിയിരിക്കുന്നു, ആ. മഹർ നൽകിക്കൊണ്ടാണ് ഹലാലാക്കുന്നത്. അതെ. അപ്പോൾ അത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം പുരുഷനില്ലേ? ഉണ്ട്, തീർച്ചയായും. അപ്പോൾ ആ പുരുഷനെ കൊടുത്തിട്ടില്ല എങ്കിൽ അവൾ അസ്വസ്ഥാവും, ഉം. ഉം. അല്ലേ? ഉം. കാരണം ആ വീട്ടിൽ ബാക്കിയുള്ളവരൊക്കെ എന്താണ്? ആ. അന്യരാണ്. അന്യരാണ്. അപ്പോൾ ആ ഏറ്റവും പ്രധാനം ഇപ്പോൾ അമ്മായിമ്മയിൽ നിന്നും അമ്മോഷനിൽ നിന്നും മറ്റംഗങ്ങളിൽ നിന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഉം. ഭർത്താവ് സപ്പോർട്ടീവായി നിൽക്കുക എന്നുള്ളതാണ് പെണ്ണ് ആഗ്രഹിക്കുന്നത്. അതെ. ഉം. പോരായ്മകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഉണ്ടാവും. ഉം. എന്നാൽ ആ പോരായ്മയൊക്കെ അവഗണിച്ചുകൊണ്ട് ഉം. ഭർത്താവ് ഒരു സംരക്ഷണം കൊടുക്കുക. ഉം. നീ പേടിക്കേണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്, ആ. ഉം. ഞാനല്ല എന്നെ കല്യാണം കഴിച്ചത്, ഉം. നീ എന്തിനാ വിഷമിക്കുന്നത്, എൻ്റെ കാര്യങ്ങൾ നീ എന്നോട് പറ. ഉം. ഈ രൂപത്തിലുള്ള ഒരു കൺസേൺ ആ. ആ. ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് പെണ്ണ് ആഗ്രഹിക്കുന്നത്. അതെ, അതെ. അത് പലപ്പോഴും ഭർത്താവ് എന്ത് ചെയ്യും? ഉം. ഉമ്മൻ്റെയും ഉപ്പൻ്റെയും കൂടെ കൂടിയിട്ട് ഇവളെ ഒറ്റപ്പെടുത്തും. ഉം. ഉം. ഒരു ഉദാഹരണം പറയാം. ഒന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ. അനുവാദം ചോദിക്കുകയാണ്. ഉം. സാധാരണഗതിയിൽ അവൾക്ക് അവളുടെ വീട്, അവളുടെ ഉപ്പ, അവളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ പ്രധാനമാണ്. ഇവിടെ ഉള്ളത് പോലെ തന്നെ. ഉം. അപ്പോൾ ഈ അനുവാദം ചോദിക്കുമ്പോഴേക്ക് ഉം. നീ ഉപ്പനെയും ഉമ്മനെയും നോക്കാനാണ് എന്നെ കെട്ടിച്ചത് ഉം. അല്ലെങ്കിൽ കൊണ്ടുവന്നത്. ഈ രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ പലപ്പോഴും അതെ. ഉം. അമ്മായിമ്മന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഉം. ഉം. അതായത് ഒരു ഭരിക്കുന്ന രൂപത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉം. അമ്മായിമ്മ അല്ലെങ്കിൽ അമ്മോശൻ ചെയ്യുമ്പോൾ ഉം. ആ പെൺകുട്ടി ആ വീട്ടിൽ പ്രയാസം അനുഭവിക്കുകയാണ്. അതെ. ഉം. അപ്പോൾ സ്വന്തം വീട്ടിൽ ഇപ്പോൾ രോഗം വരുന്ന ഘട്ടമുണ്ട്, ഉം. അല്ലെ? കയ്യോ കാലോ അതെ. മറ്റു ശരീരങ്ങളിലെ ഭാഗങ്ങളിലൊക്കെ വേദന ഒക്കെ ഉണ്ടാവും, ഉം. മുറിവ് പറ്റ. ഉം. ഈ സമയത്ത് ഞാനൊന്ന് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ. ഉം. ഉം. കാരണം ഈ വീട്ടിൽ എങ്ങനെ റെസ്റ്റ് എടുത്താലും കുട്ടികളെ നോക്കേണ്ടി വരും, ഉം. അവർക്ക് ഫുഡ് ഉണ്ടാക്കേണ്ടി വരും, വീട് വൃത്തിയാക്കേണ്ടി വരും, ഉം. അല്ലേ? അത് വളരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇവർ പറയും എന്ത്? ആ. വെറുതെ അങ്ങനെ കിടക്കുകയാണ്, രോഗം അഭിനയിക്കുകയാണ്. ഉം. ഉം. ഇപ്പം ഈ പെൺകുട്ടിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി സ്വന്തം വീട്ടിലേക്ക് അനുവാദം ചോദിക്കുമ്പോൾ ആ. അത് മുടക്കണു. ഉം. എന്നാൽ ഈ ഭർത്താവാണ് ഒന്ന് സപ്പോർട്ടീവായിട്ട് സംസാരിക്കേണ്ടത്. ഭർത്താവ് അത് റെക്കമെൻഡ് ചെയ്യൂല. ആ. ഈ ഒരു വിഷയം ഒരു വലിയ വിഷയമാണ്. ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് അവളുടെ ജീവിതകാലം ആദ്യ കാലഘട്ടങ്ങളിൽ അവൾക്ക് ഒരു കുടുംബത്തിൽ നിന്ന് കിട്ടിയ എല്ലാ അംഗീകാരങ്ങളും അതിലുപരിയായി തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും കിട്ടുമ്പോഴാണ് ആ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു മനസ്സ് അറിഞ്ഞ് നിൽക്കാൻ അവൾക്ക് സാധിക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ട സൗകര്യങ്ങൾ ഭർത്താവ് ഒരുക്കി കൊടുക്കണം. അതാണ് ഒരു ആകത്തുകയായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ പെൺകുട്ടികൾ വിവാഹത്തിലേക്ക് കടന്നു വരാൻ തന്നെ മടിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണേണ്ടതെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 2-3 കുട്ടികളായതിനു ശേഷം ഇതേപോലെ ഭർത്താവിനെയും മക്കളെയൊക്കെ ഒഴിവാക്കി ഒളിച്ചോടുന്ന ഒരു പ്രവണത അതും കൂടി വരുന്നുണ്ട്. ഇത് രണ്ടും
അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു ഭർത്താവിൻ്റെ വീട്ടിൽ അംഗീകാരം കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് വരാം. അടുത്ത് ഇതുപോലെ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഒരു സ്ത്രീ മറ്റൊരു പുരുഷനെ തേടാതിരിക്കാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്തായിരിക്കും? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഉം. ഒരു പെണ്ണിന് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞത് ആ ഒരു ഇൻറ്റിമസി ഫീൽ ചെയ്യുക എന്നുള്ള. ആ. അല്ലേ? ഉം. എൻ്റെ ഭർത്താവ് ഉം. എന്നെ പരിഗണിക്കുന്നുണ്ട്, എൻ്റെ കൂടെയുണ്ട്. ഉം. ഉം. ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ഉം. വൈകാരികമായിട്ടുള്ള ഒരു ആത്മബന്ധം. ഉം. ഇപ്പോൾ വീട്ടിലൊരു കാര്യം നടക്കുകയാണെങ്കിൽ, ആ. ഒരു സൽക്കാരം നടക്കുകയാണ്, കല്യാണം നടക്കുകയാണ്, അല്ലെങ്കിൽ വീട് ഹൗസ് വാമിങ് നടക്കണം, ഇങ്ങനെയൊക്കെ പല ഫംഗ്ഷൻസും വീട്ടിൽ നടക്കും. നടക്കും. അപ്പൊ ഒക്കെ ഇവളോട് ഉം. ഒരഭിപ്രായം ചോദിക്കാം. ഉം. അഭിപ്രായം ചോദിക്കുന്നതിന് ചെലവില്ലല്ലോ. ഇല്ല. ഏ? ഉം. ഇത് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. ഉം. ഇപ്പൊ ഒരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ ഉം. അടുക്കളയുടെ കാര്യമെങ്കിലും ആ. ഭാര്യയോട് ചോദിക്കാലോ. കാരണം അടുക്കളയിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പെണ്ണാണ്. ഉം. എന്നാൽ പെണ്ണിനോട് അത്തരത്തിലുള്ള ഒരു കാര്യവും ഉം. ഡിസ്കസ് ചെയ്യാതെ ഉം. സ്വതന്ത്രമായിട്ട് ആ. കാര്യങ്ങൾ ചെയ്യുന്ന പുരുഷന്മാരുണ്ട്, വീട്ടുകാരുണ്ട്. അതെ. ഉം. ഇവിടെ പെണ്ണ് ആഗ്രഹിക്കുന്നത് ഇന്റിമസിയാണ്, അതെ. ഉം. ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ്. ഉം. ഈ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആരാണ് അവൾക്ക് കൊടുക്കുന്നത്? ഉം. സ്വന്തം ഭർത്താവിൽ നിന്ന് കിട്ടുന്നില്ല. ഉം. അദ്ദേഹം അതിനെക്കുറിച്ച് തീരെ ധാരണ ഇല്ലാത്ത ആളാണ്, ഉം. ഉം. അത് ഗൗനിക്കുന്നില്ല. അതെ. ഇത് അവളുടെ ഒരു നീഡാണ്, ഉം. അവളുടെ ഒരു ആവശ്യമാണ്. ആവശ്യമാണ്. ആ ആവശ്യം പരിഗണിക്കപ്പെടാതിരിക്കുമ്പോൾ ഉം. സ്വാഭാവികമായിട്ടും അവിടെ പിശാച് ഇടപെടും. ഉണ്ട്. അതെ. ഉം. അത് പുരുഷൻ മനസ്സിലാക്കണം. ഉം. കാരണം എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് അവളൊരു സ്വതന്ത്ര വ്യക്തിത്വമാണ്. അതെ. എന്നെപ്പോലെ തന്നെ എന്നെപ്പോലെ വ്യക്തിത്വം തന്നെ. അവൾക്കും ഉണ്ട്, ഉം. എന്നെപ്പോലെ സ്വാതന്ത്ര്യം അവൾക്കും ഉണ്ട്. ഉം. അതുകൊണ്ട് ഉം. ഈ ഒരു വൈകാരികമായിട്ടുള്ള അടുപ്പം, ഉം. സ്നേഹം പ്രകടിപ്പിക്കേണ്ട രൂപത്തിൽ പ്രകടിപ്പിക്കണം. ആ. ഉം. പലപ്പോഴും പുരുഷനിൽ സംഭവിക്കുന്ന വലിയൊരു അബദ്ധം, ഉം. അവന്റെ വൈകാരിക ബന്ധം സെക്സ്വൽ കോണ്ടാക്റ്റിനെ ബേസ് ബേസ് ചെയ്തിട്ടാണ് ചെയ്തിട്ട്. ഉണ്ടാവുക. അതെ. ഉം. ഉം. എന്നാൽ പെണ്ണ് ആഗ്രഹിക്കുന്നത് ഉം. ഫിസിക്കൽ ടച്ച് ആണ്, ഹഗ്ഗിങ് ആണ്. ഉം. അല്ലേ? ഉം. സ്നേഹത്തോട് കൂടിയിട്ടുള്ള സ്പർശനം, ചുംബനം. ഉം. അത് എന്താ പറയുക, ഒരു സെക്സ്വൽ ഇന്റിമസി ആയിട്ട് ഉം. അത് വേണ്ടാന്നല്ല, അതെ. ആ. പക്ഷെ എപ്പോഴും അതല്ല ഒരു ആ. പെണ്ണ് ആഗ്രഹിക്കുന്നത്. ഉം. ഇപ്പൊ ജോലിക്ക് പോകുന്ന സമയത്ത് ഉം. ഒന്ന് അടുപ്പിച്ച്, ഉം. ഒന്ന് ഉമ്മ വെച്ച് ചുംബിച്ച് ഉം. ജോലിക്ക് പോകുമ്പോൾ, ആ. അതുപോലെ അവള് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുന്ന സമയത്ത് ഉം. അതിനെ ഒന്ന് ചേർത്ത് ഉം. നിർത്താനും അതിനൊരു അംഗീകാരം കൊടുക്കാനും ഉം. പുരുഷൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്ത്രീക്ക് അയാളോട് ഇഷ്ടം കൂടുക ചെയ്യാം. അതെ. എന്നാൽ ഉം. ഈ ധൃതിക്കിടയിൽ അല്ലെങ്കിൽ ബിസിനസിന്റെ തിരക്കിനിടയിൽ ഉം. ഇതൊക്കെ പറയാൻ നമുക്ക് നേരം കിട്ടുന്നില്ല. ഉം. ഉം. എന്നാൽ ഇത് പാത്തു നിൽക്കുന്ന ആ. ആളുകളുണ്ട്. അതെ. അവരെ സംബന്ധിച്ചിടത്തോളം ഉം. ചെലവില്ല, ഉം. അല്ലേ? അപ്പൊ അതെ. അവരതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് സ്ഥാപിക്കാൻ വേണ്ടി ഉം. ശ്രമം നടത്തും. ഉം. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ അപ്പൊ അതിലേക്ക് സ്ത്രീകൾക്ക് അംഗീകാരം പോലെ തന്നെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇമോഷണൽ അറ്റാച്ച്മെന്റ്, അല്ലേ? അവരെ തീർച്ചയായും. കൂടെ ഭർത്താവ് നിൽക്കുക, ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ ധൃതിക്കിടയിൽ ആ ഒരു കാര്യത്തിൽ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഓരോ ഘട്ടത്തിലും, അതൊരു സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ മാത്രമല്ല, അല്ലാത്ത സമയത്തും നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണമായി. ഇപ്പോൾ ഇനി ഇതുമായി ചേർത്ത് വെക്കാനുള്ള അടുത്തൊരു പോയിന്റിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്, ഇലോപ്മെന്റ്, ഒളിച്ചോട്ടം. അതായത് വിവാഹേതര ബന്ധത്തിലേക്ക് ഒരു പെണ്ണ് പോവാനുള്ള ബേസിക് റീസൺ എന്താണെന്നാണ്. അതെ. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ? ഉം. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്, അതെ. അല്ലെ? ഭർത്താവും ഭാര്യയും തമ്മിൽ ഉം. ഏറ്റവും വലിയ ഉം. ഇന്റിമസി സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ഉണ്ടാവേണ്ടത് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആശയവിനിമയം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ലേറ്റ് ആയിട്ടാണ് അയാൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ വീട്ടിൽ ഈ മക്കളെ പരിപാലിക്കുക എന്നുള്ള ഡ്യൂട്ടി ഉമ്മക്കാണ്. അതുപോലെ പ്രായം ചെന്ന മാതാപിതാക്കളെ അവര് നോക്കണം, വീട് വൃത്തിയാക്കണം, ഭക്ഷണം ഒരുക്കണം, അലക്കണം, ഒരുപാട് ഡ്യൂട്ടികൾ അവിടെ ചെയ്യാണ്. എന്നാൽ അവൾക്ക് സ്വതന്ത്രമായിട്ട് അവളുടെ ഫീലിങ്സ്, അപ്രിഹെൻഷൻസ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്രോതസ്സാണ് അവളുടെ ഭർത്താവ്. കാരണം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി അവൾക്ക് കിട്ടേണ്ടത് ഭർത്താവിൽ നിന്നാണ്. നെഗറ്റീവായ ഒരുപാട് എനർജി വീട്ടിലുള്ള പലരിൽ നിന്ന് അവൾക്ക് കിട്ടുമ്പോൾ ആശ്വാസത്തോടു കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഭർത്താവ് വീട്ടിലില്ല. അപ്പൊ വീട്ടിൽ വരുന്ന ഘട്ടത്തിലെങ്കിലും ഭർത്താവിൽ നിന്ന് അവൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? തുറന്ന സംസാരമാണ്. എന്നാൽ സംസാരിക്കുന്നത് മുഴുവൻ കുറ്റപ്പെടുത്തലാണെങ്കിലോ, നെഗറ്റീവായിട്ടാണ് ഭർത്താവും സംസാരിക്കുന്നതെങ്കിലോ, അവിടെ മിസ്സിംഗ് ആവുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷനാണ്. അപ്പോ ഈ കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഒരുക്കമുള്ള ഒരുപാട് ആളുകൾ പുറത്തുണ്ട്. അവർ ഫോണിൽ വിളിക്കുകയാണ്. നമുക്ക് തന്നെ സാധാരണ കേൾക്കാൻ പറ്റും, നമ്മുടെ ഭാര്യമാർ പറയാറുണ്ട്, ചില മിസ് കോളുകൾ വരും, നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ട്രാപ്പ് ചെയ്യപ്പെടുന്ന സ്ത്രീകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സോപ്പിംഗ് വേർഡ്സിൽ അവർ പെടും. അപ്പൊ പെണ്ണിന് വേണ്ടത് അവളുടെ വൈകാരികത റിഫ്ലക്ട് ചെയ്യുന്ന സംസാരങ്ങൾ നടത്താൻ ഒരാളെ കിട്ടുക എന്നുള്ളതാണ്. ഭർത്താവ് നല്ല തിരക്കുള്ള ആളാണ്, അയാൾ ജോലിയിൽ എൻഗേജ്ഡ് ആണ്, ഇവളുമായിട്ട് സംസാരിക്കാൻ ഒട്ടും സമയം കൊടുക്കുന്നില്ല. സ്വാഭാവികമായി ആ ഗ്യാപ്പിലേക്കാണ് ഇത്തരത്തിലുള്ള വിവാഹേതര ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർ
ചേക്കേറുന്നത്. ഉം. അപ്പോൾ സ്ത്രീ ഉം. ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കമ്മ്യൂണിക്കേഷൻ. ഉം. ആ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ ഇത്തരത്തിലുള്ള എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻസ് ഉണ്ടാകും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ സാധാരണ പറയാറുള്ളത് സ്ത്രീകൾ ടോക്കേറ്റീവ് ആണ് അല്ലേ, അവർ സംസാരപ്രിയരാണ്, ഒരുപാട് സംസാരിക്കും. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ച് അത്ര സംസാരിക്കില്ല. ചില ആളുകളൊക്കെ അവരുടെ ക്ലാസ്സുകളിൽ പറയാറുള്ളത് ഒരു സ്ത്രീ 10,000 വേർഡ്സ് പറയുന്നുണ്ടെങ്കിൽ ഒരു പുരുഷൻ അതിന്റെ പകുതിയെ പറയും എന്നൊക്കെ പറയാറുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു സൈക്കോളജിക്കൽ വശം കൂടി കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ റെലവന്റ്. അപ്പോൾ ഗൾഫിലൊക്കെ പ്രവാസികളൊന്ന് ആലോചിച്ച് നോക്കിയേ. പ്രവാസികൾ സാധാരണഗതിയിൽ ജോലി തിരക്കിലായിരിക്കും, കമ്പനിയിലൊക്കെ ഷെഡ്യൂളുള്ള ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഈ വിളിക്കാനുള്ള സമയം ഉണ്ടാവില്ല, വിളിക്കുകയാണെങ്കിൽ തന്നെ കുറച്ചേ സംസാരിക്കുള്ളൂ. അപ്പൊ ആ കാര്യങ്ങൾ മാത്രമാണ് അവർ സംസാരിക്കുന്നത് എന്ന് വിചാരിച്ചു നോക്കും. അപ്പൊ ഇവിടെ ഈ വീട്ടിൽ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ലൈഫിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഭർത്താവിനോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ടാവും. അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവേണ്ടി വരും. മക്കളുടെ പാരന്റിങ് വിഷയം, റിമോട്ട് പാരന്റിങ് ആണ് അവിടെ നടക്കുന്നത്. ഭർത്താവ് ഗൾഫിലായതുകൊണ്ട് ദൂരെ നിന്നാണ് ഈ മക്കളുടെ പരിപാലനം. അപ്പൊ മക്കളുമായി ബന്ധപ്പെട്ട പഠന കാര്യങ്ങൾ ഉണ്ടാവും, അച്ചടക്ക പ്രശ്നങ്ങൾ ഉണ്ടാകും, വീട്ടിലുള്ള സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാവും. ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ ഭാര്യ ആഗ്രഹിക്കുമ്പോൾ ഒരു 4-5 ചോദ്യങ്ങൾ മാത്രം ചോദിച്ച് അവിടെ ഫോൺ വെക്കുന്ന ഭർത്താക്കന്മാര് സ്വാഭാവികമായിട്ടും എന്താ നൽകുന്നത്? കമ്മ്യൂണിക്കേഷനുള്ള അവസരം കൊടുക്കുന്നില്ല. ഈ കമ്മ്യൂണിക്കേഷൻ ഡിറ്റാച്ച്മെന്റ് എന്നുള്ളത് ഒരു വലിയ പ്രശ്നം അവിടെ സൃഷ്ടിക്കും. ഈ പെൺകുട്ടി ആഗ്രഹിക്കുന്നത് ജസ്റ്റ് അവളെ കേട്ട് കൊടുക്കുന്ന ഒരാളെയാണ്. അതാണ് ബി എ ഗുഡ് ലിസണർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കേട്ടു കൊടുക്കാൻ, കാരണം അവളെ മിസ്യൂസ് ചെയ്യാൻ, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവളെ കേട്ടു കൊടുക്കാലോ. അപ്പൊ ഈ ഗ്യാപ്പിലാണ് ഇത്തരത്തിലുള്ള കച്ചവടമൊക്കെ ചെയ്യുന്ന ആളുകൾ ഇപ്പോ സാധാരണ നമ്മൾ കാണുന്നതാണ്. ഞാൻ ഒരിക്കല് പെരുന്നാളിനോടനുബന്ധിച്ച് ഭാര്യയും കൂട്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ലൈവായി കണ്ടൊരു കാഴ്ചയാണ് ഞങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതായത് ഈ പെൺകുട്ടി ചെറിയ കുട്ടിയായിട്ടാണ് അവിടെ ടെക്സ്റ്റൈൽസിൽ വന്നത്. അപ്പൊ ഡ്രസ്സൊക്കെ വാങ്ങിയതിന് ശേഷം ഈ സെയിൽസ്മാന് അവന്റെ ഡീലിംഗ് കണ്ടിട്ട് നമ്പർ ചോദിച്ചു വാങ്ങാണ്. അതായത് അവന്റെ നമ്പർ അവള് വാങ്ങേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. അപ്പൊ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആ ഒരു സ്ട്രാറ്റജിയിൽ കൂടി ഈ പെൺകുട്ടിയെ അവൻ വലവിശി. പിന്നീടുള്ള ഫർദർ കോണ്ടാക്ട് എന്തായിരിക്കും അല്ലെ? ഇങ്ങനെ എത്ര അവിഹിത ബന്ധങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഈ മാരേജിന്റെ അല്ലെങ്കിൽ ദാമ്പത്യത്തിന്റെ മുനയൊടിക്കുന്നത്. ഇവിടെ പുരുഷന്മാർ മനസ്സിലാക്കേണ്ടത് അവരെത്ര വലിയ ജോലി തിരക്കിലാണെങ്കിലും ആ തിരക്കിനിടയിൽ ക്വാളിറ്റി ടൈം, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം തങ്ങളുടെ മക്കളുടെ കൂടെയും ഭാര്യയുടെ കൂടെയും ചിലവഴിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഇല്ലാതാക്കാൻ പറ്റും. അതാണ് സ്ത്രീ ദുർബലയാണ് എന്ന് നമ്മൾ അറിഞ്ഞേ പറ്റൂ. അതാണ് ഇതിലുള്ള ആ ദൗർബല്യങ്ങളാണ് മറ്റുള്ളവർ പലപ്പോഴും ചൂഷണം ചെയ്യുന്നത്. ഇപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ കേട്ടുകൊടുക്കുക. ഇപ്പൊ ചില ആളുകൾ കേൾക്കുന്നതിനിടയിൽ, ഇപ്പൊ പുരുഷന്മാരുടെ സൈക്കോളജി വെച്ചിട്ട് ഞാൻ പറയുന്നത്, കേൾക്കുന്നതിനിടയിൽ അവർ പറയുന്നതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്ന അറിയോ, പെട്ടെന്ന് പരിഹാരം നിർദ്ദേശിക്കും. അത് സ്ത്രീകൾ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടാണ് അവർ എടുക്കാതെ നെഗറ്റീവ് ആയിട്ടാണോ? അത് സാധാരണ നമ്മൾ വിചാരിക്കണത് എന്താ വെച്ചാൽ, പുരുഷന്മാർ വിചാരിക്കണത് ഏത് പ്രശ്നം അവർ അവതരിപ്പിക്കുകയാണ് ആ പ്രശ്നത്തിനൊക്കെ ഉടനടി മറുപടി പരിഹാരമാണ് സ്ത്രീ ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മുടെ ധാരണ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പെണ്ണ് ആഗ്രഹിക്കുന്നത് കേട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഒന്ന് മൂളി കൊടുത്താൽ, അല്ലെങ്കിൽ ഒന്ന് നല്ല ഒരു ബോഡി ലാംഗ്വേജിൽ അതിനെ നിരീക്ഷിച്ചാൽ, അവളെ പ്രോത്സാഹിപ്പിച്ചാൽ അത് മതി അവൾക്ക്. ആ കേട്ട് കൊടുക്കുക എന്നുള്ളതാണ് അവൾ ആഗ്രഹിക്കുന്നത്. അതിന് നമ്മളെ സമയം വേണ്ടേ? അപ്പോഴും നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിലാണ്. ആ മൊബൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അവര് അവരുടെ ഒരു പ്രശ്നം അവതരിപ്പിക്കാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും അല്ലെ? കുറെ നിന്ന് നോക്കും, എന്നിട്ടും അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ ദേഷ്യം വരും. അപ്പൊ അവര് ദേഷ്യപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് പെണ്ണ് ദേഷ്യപ്പെടുന്നു? അവള് പറയുന്ന വിഷയം എന്താ വെച്ചാൽ, വീട്ടിൽ വന്നാലെങ്കിലും ഇദ്ദേഹത്തിന് മക്കളുടെ പഠനത്തിന്റെ വിഷയത്തിലും ഞങ്ങളുടെ കാര്യത്തിലും ഒന്ന് ശ്രദ്ധിച്ചൂടെ? അയാൾക്ക് ആകെ ബിസിനസ് എന്നുള്ള ചിന്തയുള്ളൂ, പൈസ ഉണ്ടാക്കണം. ആർക്ക് വേണ്ടി അയാൾ ഈ പൈസ ഉണ്ടാക്കുന്നത്? പൈസ ഉണ്ടാക്കുന്നത് മക്കൾക്കും ഭാര്യക്കും വേണ്ടിയാണ്. പക്ഷെ അതുകൊണ്ട് ഒരു ഉപകാരം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പൊ പുരുഷൻ പണം ഉണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ ഓടി നടക്കുമ്പോ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഒന്ന് ഇരുന്നിട്ട് കേൾക്കണം. എന്താണ് ഒരു പെണ്ണിന്റെ മനസ്സ്? പെണ്ണിന് അസ്ലിയായി അടിസ്ഥാനപരമായിട്ട് എന്താ വേണ്ടത്? അത് നമ്മൾ പഠിക്കണ്ടേ? അത് അവരുമായിട്ട് ഒരു നല്ല ഒരു സംസാരം നമ്മൾ നടത്തുകയാണെങ്കിൽ, ഗുണകാംക്ഷയോടുകൂടി സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാര്യമാരെ തന്നെ നമുക്ക് പറഞ്ഞു തരും. പലപ്പോഴും അവർ പറയുന്നുണ്ടാവും, പറയാത്തതല്ല പ്രശ്നം, നമ്മൾ കേൾക്കാത്തതാണ് പ്രശ്നം. കാരണം അവർ സംസാരിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് വേറെ എന്തോ കാര്യത്തിൽ അപ്പോഴും എൻഗേജ്ഡ് ആവും. അതുകൊണ്ട് അവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ കേൾക്കാതെ പോകുന്നു. അപ്പോൾ കേൾവി എന്നതൊരു വലിയ കാര്യമാണ്.
അതാണ് പലപ്പോഴും നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ, ഭാര്യമാർ നമ്മളിൽ നിന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് നല്ലൊരു സമയം ചെലവഴിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യം സൊല്യൂഷൻ അല്ല അവർക്ക് ആവശ്യം, കേൾവിയാണ്. ഓക്കെ, അപ്പോൾ 2-3 കാരണങ്ങൾ, അതിനുള്ള പരിഹാരങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ഒരു കാരണത്തിലേക്ക്, ഇപ്പോൾ നിങ്ങളുടെ ഒരുപാട് അനുഭവങ്ങളാണ് ഷെയർ ചെയ്യുന്നത്, ഈ ഒരു കൗൺസിലിംഗ് രംഗത്തുള്ള അനുഭവങ്ങൾ. ഇതുപോലെയുള്ള ഇപ്പോൾ നല്ലൊരു കുടുംബജീവിതം നമ്മുടെ ഭാര്യമാരാരും മറ്റുള്ള ഒരു അവിഹിതത്തിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ വേണ്ട അടുത്തൊരു കാരണം നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ, അതായത് സ്ത്രീകൾക്ക് അവരുടേതായ പ്രകൃതം ഉണ്ടാവും. ഉം. ഇപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ്, ആ, തീരെ യാത്ര ഇഷ്ടപ്പെടാത്ത പുരുഷൻ, അതെ, ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ അവിടെ സമ്മേളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രശ്നമാണ്. ഉം, ഉം, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഔട്ടിങ്ങിന് പോകണം, ഒന്ന് പർച്ചേസ് ചെയ്യണം, ഉം, ഒന്ന് ടൂർ പോകണം, ഇതൊക്കെ ഓള് കൊതിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ആ, പക്ഷെ ഇദ്ദേഹം വളരെ റിലീജിയസ്ലി സ്ട്രിക്റ്റ് ആണെങ്കിൽ, ആ, പുറത്തു പോകുന്നതോ സംസാരിക്കുന്നതോ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, ഉം, സ്വാഭാവികമായിട്ടും അവളുടെ ജീവിതത്തിലെ ഒരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടാതെ പോണത്. അതെ, ഉം, ഉം, ബ്രേക്കപ്പ് ആവുന്നത് എന്താ? അവളുടെ സ്വപ്നമാണ്, അവളുടെ ആഗ്രഹമാണ്. ഉം, നീ പഠിക്കുന്ന ഒരു പെണ്ണാണെന്ന് വിചാരിക്കുക, ആ, പഠനം പൂർത്തീകരിക്കപ്പെടണം എന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട്, അതെ, ഉം, ഒരു നല്ല കരിയർ അവൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ ഓൾക്കും ആഗ്രഹിക്കാലോ. അതെ, ഉം, കാരണം ഇന്ന് സോഷ്യൽ മീഡിയ സംവിധാനം ഉം, ബലപ്പെട്ടതോടുകൂടി ആ, എല്ലാ കാര്യങ്ങളും സംവദിക്കപ്പെടുകയാണ്. ഉം, ഉം, അപ്പൊ പെണ്ണ് മനസ്സിലാക്കുകയാണ്, സ്വതന്ത്രമായ ഒരു ചിന്തയിൽ വന്നു കഴിഞ്ഞാൽ ഉം, എനിക്ക് എൻ്റെതായിട്ടുള്ള പൈസ ഉണ്ടായാൽ ഉം, എൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഉം, അപ്പൊ വിദ്യ അഭ്യസിക്കുന്നതിൽ കൂടി ഒരു ജോലി കണ്ടെത്തണം, അതെ, സ്വന്തമായി പണം സമ്പാദിക്കണം. ഉം, ഇതൊക്കെ അവളുടെ ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കല്യാണം നടക്കുന്നത്. ഉം, കല്യാണം നടന്ന് വീട്ടിലെത്തിയതോടുകൂടി ഉം, അവളുടെ പല ആഗ്രഹങ്ങൾക്കും വിലങ്ങ് ആ, കടിയായി നിൽക്കുന്നത് ഭർത്താവാണ്, അല്ലെങ്കിൽ അമ്മായിമ്മയാണ്, ഉം, ഉം, അല്ലെങ്കിൽ മറ്റ് കുടുംബാംഗങ്ങളാണ്. ഉം, അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അപ്പുറത്ത് ചൂണ്ടലിട്ട് ഇവളെ അതിനുവേണ്ടി കെണിയൊരുക്കി കഴിഞ്ഞാൽ ഉം, അതിലേക്ക് വീഴും എന്നുള്ളതിൽ വല്ല സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു പുരുഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടങ്ങൾ എത്തേണ്ട ഏരിയയാണ് ഇതൊക്കെ. അതെ, അതെ, ഉം, കാരണം പിന്നെ പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളതാ, രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ടത്. രോഗം വന്നിട്ട് ഉം, പ്രതിരോധം ഉണ്ടായിട്ട് കാര്യമല്ല. ഇല്ല. അപ്പൊ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ട ഇമോഷണൽ നീഡ്സ് എന്താണ്, ഉം, ഫിസിക്കൽ നീഡ്സ് എന്താണ്, ഉം, മെന്റൽ നീഡ്സ് എന്താണ്, സോഷ്യൽ നീഡ്സ് എന്താണ്, ഉം, കുറേ നീഡ്സ് എല്ലാവർക്കും ഉണ്ട്. ഉണ്ട്, ഉം, അപ്പോൾ നല്ല ഇന്റലക്ച്വൽ ആയ, ഉം, അതായത് ബുദ്ധിമതിയായ, ഉം, നല്ല പഠിക്കുന്ന, ഉം, കാഴ്ചപ്പാടുള്ള ഒരു ഭാര്യയാണ് എൻ്റെത് എന്ന് വിചാരിക്കുക. ആ, ആ, സ്വാഭാവികമായിട്ട് അവൾക്ക് എഴുത്തിനോട് താല്പര്യം ഉണ്ടാവും, ആ, വായനയോട് താല്പര്യം ഉണ്ടാവും, ഗവേഷണത്തോട് താല്പര്യം ഉണ്ടാവും, ഉം, ഉം, അത്തരത്തിലുള്ള സെമിനാറും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. ഉം, അതൊക്കെ ഞാൻ അവളെ കല്യാണം കഴിച്ചതോടുകൂടി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ, അത് അൺഫുൾഫിൽഡ് ഡിസയേഴ്സ് ആണ്, ആ, അതെ, അല്ലേ? ഉം, സ്വാഭാവികമായിട്ടും അത് അവളുടെ സ്വപ്നങ്ങൾ വിലങ്ങുതടിയായിട്ട് ഞാൻ മാറുകയാണ്. ഉം, അപ്പൊ അവളിങ്ങനെ ഒരു ഡിപ്രസ്ഡ് മൂഡിലേക്ക് പോകും. ഉം, ഉം, കാരണം എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ പോറ്റി, ഈ അമ്മായിമനെ നോക്കി, ഉം, അമ്മോശാക്കനെ നോക്കി ഇരിക്കുക എന്നുള്ളത് മാത്രമാണോ? ഉം, ഞാനും എൻ്റെതായ ഒരു വ്യക്തിത്വമുള്ള ആളല്ലേ. ഉം, എൻ്റെ കല്യാണം കഴിഞ്ഞതോടുകൂടി ഉം, ഇതൊക്കെ നിന്നുപോയി. ആ, ഉം, അപ്പോൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന, ഇതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന, ഉം, എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് അവൻ്റെതായ സ്വാർത്ഥ ലാഭങ്ങൾ ഉണ്ടാവും. അതെ, അപ്പൊ ഇത് ചെയ്തു കൊടുക്കുന്ന ഒരു പുരുഷൻ അപ്പുറത്തുനിന്ന് അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഉം, റാപ്പോ ബിൽഡപ്പ് ചെയ്താൽ, ഉം, ഉം, ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഓൾ അവന്റെ കൂടെ പോവും, ഉം, ഉം, ഒരു സംശയമില്ലല്ലോ. പ്രത്യേകിച്ച് ധാർമ്മികത നഷ്ടപ്പെട്ട ഒരു കുടുംബ പശ്ചാത്തലമാണ് ഉള്ളതെങ്കിൽ ഉം, ലിവിങ് ടുഗദർ എന്നുള്ള ഒരു കൾച്ചറിലേക്കാണ് ഉം, ഇന്ന് ആളുകൾ കൊണ്ടുപോകുന്നത്. ഉം, ഉം. അപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അത്ഭുതം. അതെ. ഓക്കെ, ഇപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞു ഇതുപോലുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് ഒരു ധാർമ്മിക ബോധം ഉണ്ടാവണം. ധാർമ്മിക ബോധം ഇല്ല എങ്കിൽ എക്സ്ട്രാ മറൈറ്റൽ റിലേഷൻഷിപ്പിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ധാർമ്മിക മൂല്യമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ പോലും പലപ്പോഴും അവർ പോലും ഇതുപോലെയുള്ള ചില ട്രാപ്പുകളിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ ഇപ്പോൾ ധാർമ്മിക മൂല്യം തന്നെയാണ് ഇതിൻ്റെ ഒക്കെ പരിഹാരം ഒന്നാമതായിട്ട് നമുക്ക് നിർദ്ദേശിക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ ഭർത്താവിൻ്റെ ഭാഗത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ധാർമ്മിക മൂല്യം ഒരു കുടുംബത്തിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ചർച്ച ചെയ്തുകൂടെ? തീർച്ചയായും. ധാർമ്മിക മൂല്യം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ, ഇപ്പൊ ഇന്നലെ മെനിയാന്നായിട്ട് എൻ്റെ അടുത്ത് വന്ന ഒരു കേസിൽ അയാൾ പറയുന്ന ഒരു വർത്താനം ഇതാണ്: ഞാൻ കല്യാണം കഴിച്ചപ്പോ എൻ്റെ പെണ്ണിന്റെ മതനിഷ്ഠ നോക്കിയില്ല എന്ന് അയാൾ പരാതിപ്പെടുകയാണ്. പക്ഷെ അയാൾക്കും മതനിഷ്ഠ ഇല്ല എന്നുള്ളത് വേറെ കാര്യമാണ്. അത് അവനാന്റെ കാര്യം അവനെ മറക്കുമല്ലോ. അപ്പൊ ഈ മതനിഷ്ഠ എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഗണന നൽകിയ കാര്യമാണ്. കാരണം ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ അതിന്റെ അടിത്തറ ഫളുഫർ ബിദാത്തി ദീൻ തരിപത്തി അതാണല്ലോ. എന്നാൽ സാമ്പത്തിക രംഗത്തും സൗന്ദര്യവും പിന്നെ കുലീനതയും തറവാടിത്തൊക്കെ നോക്കാം. പക്ഷെ പ്രയോറിറ്റി കൊടുക്കേണ്ട, മുൻഗണന കൊടുക്കേണ്ടതാണ് ധാർമ്മിക മൂല്യമാണ്. അപ്പൊ ധാർമ്മിക മൂല്യം എന്നുള്ളത് ഫോക്കസ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ പിന്നെ സ്ത്രീകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പുരുഷൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ത്രീ ആരാണ്? സ്ത്രീയുടെ
ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, ഉം. അഭിരുചി എന്താണ്, താല്പര്യം എന്താണ്, ഉം. എൻ്റെ ഭാര്യൻ്റെ താല്പര്യം എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. അതെ അതെ. ലോകത്ത് പല സ്ത്രീകളും ഉണ്ടാവും, അവർക്കൊക്കെ അവരുടെ താല്പര്യങ്ങളുണ്ട്, അവരുടെ ടേസ്റ്റുകളുണ്ട്, ഉം. അല്ലേ? ഉം. അപ്പൊ അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഉം. ഞാൻ പലപ്പോഴും ചെയ്യാറുള്ള എന്താണ്, അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക എന്താണ്, എൻ്റെ ഉം. അതേ റേഞ്ചിലേക്ക്, അതേ വേവ് ലെങ്ത്തിലേക്ക് എൻ്റെ ഭാര്യയും വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉം. ഉം. ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെ അവൾ ചിന്തിക്കണം, ഉം. ഞാൻ പെരുമാറുന്നത് പോലെ തന്നെ അവൾ പെരുമാറണം. ഉം. അവൾക്ക് അവളുടേതായ സ്വതന്ത്രമായ ചിന്ത ഉണ്ട്, ഉം. വ്യക്തിത്വം ഉണ്ട്, ഉം. വികാരങ്ങളുണ്ട്, ഉം. ലൈഫ് സ്കിൽസ് ഉണ്ട്. ഉം. ഇത് ഞാൻ അംഗീകരിക്കണ്ടേ? അതെ. ഉം. അപ്പൊ അപ്പോഴാണ് ദാമ്പത്യം രസകരമാവുള്ളൂ. പലപ്പോഴും ദാമ്പത്യത്തിൽ വരുന്ന വലിയ പ്രശ്നം, ഉം. എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ ഒരു കാരണം ഉം. ബോർഡം എന്ന് പറയും, ആ. ഒരു തരം മടുപ്പ്, മടുപ്പ്. മുഷിപ്പ്. ബോറടിക്കൽ അല്ലേ? ഞാൻ ഏത് നേരം ഈ അടുക്കളയിൽ നിന്ന് പോകാൻ എനിക്കൊരു നേരമില്ല. ഉം. ഉം. അപ്പൊ ഇടയ്ക്കൊന്ന് പുറത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ള അവൾ ആഗ്രഹിക്കുന്നുണ്ട്, ആ. ഉം. അല്ലേ? ഉം. ഒരു നേരത്തെ ഫുഡ് പുറത്ത് നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉം. ഒരു നേരം ഫുഡ് ഉണ്ടാക്കാതിരിക്കാൻ അവർക്ക് പറ്റുമല്ലോ. ഉം. 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 അവരൊരു യാന്ത്രികതയിലാണ് ജീവിക്കുന്നത്. ഉം. പുരുഷന്മാർക്ക് അത് ഫീൽ ചെയ്യാത്ത എന്തുകൊണ്ടാ? നമ്മള് നമ്മൾ ഒരുപാട് സമയം പുറത്താണ്, ഉം. ഉം. സ്ത്രീകൾ അധിക സമയവും അകത്തുമാണ്. ഉം. ജോലിക്ക് പോകുന്നവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അതെ അതെ. ഉം. അപ്പോൾ അവര് ബോർഡം എന്ന് പറഞ്ഞാൽ ഒരു തരം വിരസത, ഉം. മടുപ്പ് ഉം. അവർ ചെയ്യുന്ന ജോലിയിൽ അവർക്കുണ്ട്. ഉം. മക്കളെ പോറ്റുന്ന വിഷയത്തിലാണെങ്കിലും, ഉം. ഉം. വീട്ടിലുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും, ഉം. ഉം. വീട്ടിൽ പ്രായം ചെന്നവരെ ജോലി പരിഗണിക്കുകയാണെങ്കിലും ഒക്കെ അത് വരുന്നുണ്ട്. ആ. അപ്പൊ അവർക്കൊരു നൊവൽറ്റി, ഒരു പുതുമ ഉണ്ടാവില്ല. ഉം. ഉം. അപ്പൊ ഈ പുതുമ ഉണ്ടാക്കേണ്ടത് ഉം. നമ്മുടെ സംസാരത്തിൽ കൂടി, ആ. നമ്മുടെ അപ്രീസിയേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ. ഉം. ഓള് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഒരുപാട് കാര്യം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ പെണ്ണ് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. ഉം. ചെയ്യുമ്പോൾ ഒരു അംഗീകാരമൊക്കെ കൊടുക്കാത്തത് കൊണ്ട്, ഉം. അവളെ പ്രശംസിക്കാത്തത് കൊണ്ട് അതൊരു വലിയ ശൂന്യത ഉണ്ടാക്കും. ആ. ഉം. കുറ്റം കണ്ടെത്തി പർവ്വതീകരിച്ചത് പറയാൻ നമ്മൾ മിടുക്കരാണ്. ഉം. ഓള് ചെയ്ത നന്മ കാണൂല, പറയൂല. ഉം. ഉം. ഇത് ഓൾക്ക് വലിയ ഒരു അസ്വസ്ഥത ഉണ്ടാക്കും. ഉം. ഉം. അപ്പൊ ഇതിനെ അപ്രീസിയേറ്റ് ചെയ്യുന്ന ഒരാൾ ഫോണിൽ കൂടി സംസാരിച്ച്, ഏയ് ജി ചോറ് തിന്നോ, ഉം. ജി ഇന്നലെ ഉറങ്ങിയോ, ഉം. ഇതൊക്കെ അല്ല ഇപ്പോൾ ഒരു ചാറ്റ് ചെയ്യുന്നത്. ചാറ്റ് ചെയ്യുന്ന ആളുകൾ ചാറ്റിങ്ങിൽ കൂടി ചീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളാണ് ഒരു ചോദിച്ചറിയുന്നത്. ഉം. ഉം. അപ്പൊ ഇത് ഭർത്താവ് ചോദിക്കില്ല, ഉം. ജി ഭക്ഷണം കഴിച്ചോ, ഉം. ഉം. ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ, ഉം. ഇന്നലെ കുട്ടി എൻ്റെ ഉറക്കം കെടുത്തിയല്ലോ, ആ. എനിക്ക് ഉറങ്ങാൻ പറ്റിയോ, ആ. ആ. കുട്ടീനെ ഇനി ഞാൻ നോക്കിക്കോളാം, ഇതൊന്ന് പോയി ഉറങ്ങിക്കോ. ആ രൂപത്തിലുള്ള ഒരു ആ. ഒരു പരിഗണന, ഉം. ആ ഒരു എംപത്തറ്റിക് അപ്രോച്ച്, ഒരു സഹാനുഭൂതി, ഉം. ഉം. അത് പെണ്ണ് ആഗ്രഹിക്കുന്നുണ്ട്. ആ. അത് ഭർത്താവിൽ നിന്നും വീട്ടിൽ നിന്നും ഒന്നും കിട്ടില്ല. സ്വാഭാവികമായിട്ട് 2 3 കുട്ടികളായാലും ഉം. ഇതൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചവർ പോകുന്നത്, ആ. അതെ. ഉം. പക്ഷെ കിട്ടൂല. അത് വേറെ വിഷയമാണ്. ഉം. ഉം. അത് പോയിട്ട് തിരിച്ചു വരുന്ന ഒരുപാട് കേസുകളുണ്ട്. ഉണ്ട്. ഉം. അപ്പൊ സത്യത്തിൽ നടുക്കയത്തിൽ വീടുകയാണ്. ഭർത്താവ് തിരസ്കരിച്ചു, ആ. ആ മറ്റേ മറ്റേ ലവറും ആള്. തിരസ്കരിച്ചു. ഉം. അവസാനം അറാഫിലുള്ള ഒരവസ്ഥ വരും. ഉം. ഉം. ഏ? ആരും സംരക്ഷകർ ആരും സംരക്ഷിക്കാണ്ടാവില്ല. ഇതൊക്കെ ഈ വ്യാമോഹങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണല്ലോ പിശാചിന്റെ പണി. അലങ്കൃതമാക്കുക എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ സയ്യന. അപ്പൊ അത് പിശാചി ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പല കുടുംബങ്ങളിലും ഖുർആനൊക്കെ അറിയാം. അപ്പൊ പലപ്പോഴും ഈ കൗൺസിലിങ്ങിനൊക്കെ ആള് വരുമ്പോ ഞാൻ ചോദിക്കേണ്ടത്, ഫാത്തിഹന്റെ അർത്ഥം പോലും അറിയില്ല. ഇത് പഠിപ്പിക്കുന്നില്ലല്ലോ നമ്മുടെ സമൂഹം. അത് പഠിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ അലാ ബിദിക്രില്ല തത്മഇന്നുൽ ഖുലൂബ്, അല്ലെ? പ്രശ്നത്തിന്റെ പരിഹാരം ഖുർആനാണ്, അള്ളാഹുവിന്റെ സ്മരണയാണ്. ആ സ്മരണ അറിയണമെങ്കിൽ അതിന്റെ അർത്ഥം അറിയണ്ടേ, വിശദീകരണം അറിയണ്ടേ? മദ്രസയിൽ 10ാം ക്ലാസ് വരെ ഒക്കെ പോകുന്നുണ്ട്, 8ാം ക്ലാസ് പോകുന്നുണ്ട്. ഫാത്തിഹയുടെ അർത്ഥം പോലും അതിന്റെ വ്യാഖ്യാനം പോലും അറിയാത്ത കുടുംബങ്ങൾ. അപ്പോൾ വൈവാഹിക മോചനവും അതുപോലെ തന്നെ അലോട്ട്മെന്റും ഒക്കെ പിന്നെ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് എനിക്ക് ആ ഒരു വാക്ക് വല്ലാത്തൊരു വാക്കാണല്ലേ. വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിക അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമായിട്ട് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ കുടുംബജീവിതത്തിൽ നിങ്ങൾ പറഞ്ഞൊരു കാര്യം, എല്ലാവരും യുണീക്കാണ്, ഓൾ ആർ ഇൻഡിവിജ്വൽസ്. നമ്മളൊക്കെ വ്യക്തിത്വങ്ങളാണ്, ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട്. ഭർത്താവിൻ്റെതിൽ നിന്നും ഭാര്യയ്ക്ക് വ്യത്യാസമാവും, ഭാര്യയിൽ നിന്നും ഭർത്താവിന് വ്യത്യാസമാവും. ഇത് പരസ്പരം മനസ്സിലാക്കി, ഞാൻ എൻ്റെ ഭാര്യയെ എന്നിലേക്ക് കൊണ്ടുവരില്ല, പക്ഷെ അവളെ മനസ്സിലാക്കി അവളിലേക്ക് അടുക്കുക. അവൾ ചെയ്യേണ്ട ഒരു കാര്യം അവളിലേക്ക് എന്നെ അടുപ്പിക്കുന്നതിന് പകരം എന്നെ മനസ്സിലാക്കി. അപ്പോൾ പരസ്പരം ഒരു മവദ്ദത്ത് റഹ്മത്ത് അവിടെ ഉണ്ടാവും, അല്ലേ? വിവാഹത്തിന്റെ ഒരു ലക്ഷ്യം തന്നെ അതാണല്ലോ. അത് മാത്രമല്ല അവിടെ എന്താ സംഭവിക്കണ, ഇപ്പോൾ ഈ പുറത്ത് പിന്നെ ഈ ഉള്ള പല സംഗതികളും ഇങ്ങനെ ഒബ്സർവ് ചെയ്യാണ്. പ്രത്യേകിച്ച് ഒരു ഫാന്റസി വേൾഡിലാണ് പെൺകുട്ടികൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഫാന്റസി എന്ന് പറഞ്ഞാൽ ഒരു ഭാവനാലോകമാണ്. അപ്പൊ അത് ശരിയാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ അതല്ലല്ലോ. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ആൾക്ക് അത് അനുഭവത്തിൽ കൂടി മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എൻ്റെ ഭാര്യക്ക് അവളുടെ ഭാവനയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം. അപ്പൊ ഇടയ്ക്ക് നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ പെരുമാറിയാൽ മതി.
ഈ കമ്മ്യൂണിക്കേഷൻ മിസ്സാവുന്ന സമയത്താണ് ഇത്തരം ബന്ധങ്ങളൊക്കെ ജനിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ചില ആളുകൾക്കുണ്ടാവും ഒരു ലോ സെൽഫ് എസ്റ്റീം, അപകർഷതാബോധം. ഫോർ എക്സാമ്പിൾ, ഇദ്ദേഹത്തിന്റെ പൊസിഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അയാളുടെ ജോലിയൊക്കെ ഹയറാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ അയാൾ വലിയ തിരക്കിലുമാണ്. എന്നാൽ ഈ ഭാര്യക്ക് ഒരു അപകർഷതാബോധം തോന്നാൻ ഇദ്ദേഹത്തിന് യോജിക്കുന്ന അയാളുടെ സ്റ്റാറ്റസിന് പറ്റുന്ന ഒരു സ്ത്രീയല്ല ഞാൻ, അയാളെ കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ട് അവക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അപ്പുറത്ത് വേറൊരാൾ തയ്യാറാണ്. അപ്പൊ ഈ അപകർഷതാബോധത്തിൽ നിന്ന് പൈശാചിക സ്വാധീനം കൊണ്ട് മറ്റൊരു തലത്തിലേക്ക് പെണ്ണ് ചിന്തിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അപകർഷതാബോധം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീ മറ്റൊരാളെ ആഗ്രഹിക്കാനുള്ളതുണ്ട്. അപ്പോൾ ജീവിതത്തിലെ ഉന്നത സ്ഥാനങ്ങളല്ല ഒരിക്കലും ഒരു കുടുംബ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് അല്ലേ എന്ന് പറഞ്ഞാൽ എന്നെക്കാൾ ഉയർന്ന ഒരു സ്ഥാനത്തിലാണ് അദ്ദേഹം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം ഒരിക്കലും നന്നായിട്ട് മുന്നോട്ട് പോകില്ല. അതുപോലെ തന്നെ വലിയ വിഷയമാണ് സാമ്പത്തിക രംഗം. സാമ്പത്തിക രംഗത്ത് ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി പുരുഷനുണ്ട്. പുരുഷന് ഇപ്പോ ചെലവഴിക്കാനും ഭക്ഷണം എല്ലാറ്റിനും യാത്ര ചെയ്യാനൊക്കെ അവന്റെ കയ്യിൽ പണമുണ്ട്, കാരണം അവൻ ജോലി എടുക്കുന്നുണ്ട്. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഷീസ് ഡിപ്പെൻഡിങ്, അവൾ ആശ്രിതയാണ്. അപ്പൊ ഈ ആശ്രയിക്കുന്ന ഘട്ടത്തിൽ ഇയാൾ പിശുക്കൻ കൂടിയാണെങ്കിലോ, അതായത് ഇപ്പൊ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സിൽ നിന്ന് ഒരു 100 രൂപ എടുത്തു, ആവശ്യത്തിനടുത്ത്, അതിനെ ചൊല്ലിയാണ് പിന്നെ തർക്കം ഉണ്ടാവുന്നത് അല്ലെ. ഇത് അവളുടെ ഫിനാൻഷ്യൽ നീഡിനെ ഫുൾഫിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഭർത്താവിനില്ലേ. കാരണം ആ വാപ്പയോട് ഒരു വലിയ അഗ്രിമെന്റ് നൽകിയിട്ടുണ്ടല്ലോ, മകളെ ഞാൻ സംരക്ഷിക്കാം, അവൾക്ക് ഭക്ഷണം കൊടുക്കാം, വസ്ത്രം കൊടുക്കാം, എല്ലാം കൊടുക്കാന്ന് പറഞ്ഞിട്ടാ വാങ്ങിയത്. ആ വാങ്ങിയതിന് ശേഷം ആ ഒരു വലിയ കരാർ ഏറ്റെടുത്തതിന് ശേഷം അവള് പറയുന്ന ഒന്ന് ഇപ്പൊ രോഗം വന്ന് ചികിത്സിക്കാം, ഇത് അഭിനയിക്കാണ്, അതെന്റെ അഭിനയാണ്. അത് അമ്മായിമ്മയും പറയുന്നു, വീട്ടിലുള്ളവരും പറയുന്നു, ഭർത്താവും പറയുന്നു. ഇവളെങ്ങോട്ടാ പോവാ അല്ലെ. ഈ അടുത്ത് ഒരു കേസ് വന്നപ്പോ കുട്ടിയുടെ വാപ്പ മരണപ്പെട്ടിട്ടുണ്ട്, ഉമ്മ ഇദ്ദയിലാണ്. ഈ സമയത്താണ് കുട്ടിക്ക് രോഗം വരുന്നത്. ഭർത്താവിനോട് പറഞ്ഞിട്ട് അയാൾ മൈൻഡ് ചെയ്യുന്നില്ല. അവൾ എങ്ങോട്ടാ പോവാ? അപ്പൊ പെണ്ണ് ദുർബലയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവളുടെ ആവശ്യങ്ങൾ അവൾ പറയുമ്പോ അത് മുഖവിലൊക്കെ എടുക്കണം. എന്നാല് ചാറ്റ് ചെയ്യുന്ന ഒരു കക്ഷി പൈസ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കാണ്, അവളുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കാണ്. അപ്പോ അവിടേക്ക് ആ പെണ്ണ് ചാഞ്ഞിരിക്കും. സാഹചര്യങ്ങളാണ് പ്രധാനം. സാഹചര്യങ്ങൾ വളരെ പ്രധാനമാണ്. അനുകൂലമായ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ, ഒറ്റയ്ക്ക് മീറ്റിങ്ങിന് പോവാൻ അത്തരം വാട്സപ്പ് കൂട്ടായ്മകൾ, പാരന്റൽ മീറ്റിംഗ്സ് അല്ലെ. പാരന്റ് മീറ്റിംഗിലൊക്കെ പലപ്പോഴും പുരുഷൻ പ്രത്യക്ഷപ്പെടുന്നില്ല, അവിടെ സ്ത്രീകളാ പോകുന്നത്. അപ്പൊ സ്ത്രീകൾ അത്തരത്തിലുള്ള ഗാങ്ങുമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോ അവരോട് കൊഞ്ചിക്കൊഴയാനും അവരോട് അത്തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കാനും ഒരാൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണങ്ങ് അങ്ങോട്ട് ചായാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ വലിയ സ്ട്രിക്റ്റായി പിന്നെ ജീവിതം നയിക്കുന്നവരുണ്ട്. പക്ഷെ അവരുടെ സ്വകാര്യ ജീവിതം എന്തായിരിക്കും? ആട്ടർ ഫെയിലിയർ ആയിരിക്കും. ബാഹ്യ തലത്തില് മതനിഷ്ഠയുണ്ട്, മതബോധമുണ്ട്. സ്വകാര്യ ജീവിതം പോൺ എഡിക്ഷൻ ഉള്ള ഭർത്താക്കന്മാർ. തക്വണ്ട് എന്നാണ് സങ്കല്പം. പക്ഷെ ഈ ഭാര്യക്കറിയാ ഇയാൾ വേലി ചാടുന്നുണ്ട്, അയാൾക്ക് അതൊക്കെ ആവാ. അപ്പൊ എനിക്കെന്തുകൊണ്ടായിക്കൂടാ അല്ലെ. നമ്മൾ സ്വകാര്യമായി ഏത് തെറ്റ് ചെയ്താലും നമ്മൾ വിചാരിക്കുന്നത് അതൊരിക്കലും പിടിക്കപ്പെടില്ല. ഒരു ഭാര്യ കൗൺസിലിങ്ങിന് വന്നപ്പോ പറയാണ്, ഭർത്താവ് ബാത്റൂമിൽ ഫോൺ ഏറ്റിട്ടാ പോവാ, മണിക്കൂറുകൾ അതിന്റെ ഉള്ളിലാണ്. എന്റെ അടുത്ത് വരുമ്പോ എന്നോട് ലൈംഗികമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഇല്ല. അപ്പൊ ബുദ്ധിയുള്ള ഒരു പെണ്ണാണെങ്കിൽ ഒക്കെ മനസ്സിലാവുമല്ലോ, ഹി ഈസ് ഗോയിങ് ടു മാസ്റ്റർബേറ്റ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പെണ്ണിനെ കുറ്റപ്പെടുത്തുന്നതിനുപരി അവളുടെ ആവശ്യങ്ങൾ കണ്ടറിയാൻ ഭർത്താവ് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പെണ്ണ് പുറത്തു പോകും, ഇലോപ്മെന്റ് ഉണ്ടാവും. കാരണം അതിനുള്ള സാധ്യതകൾ, ആപ്ലിക്കേഷൻസ്, അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന യൂണിയനുകൾ അല്ലേ ഒക്കെ വളരെ വ്യാപകമാണ്. കാരണം ആർക്കും ഇൻസ്റ്റാഗ്രാമിൽ കൂടി അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകാം. ഇപ്പൊ 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളാണ് ഇത്തരം ബന്ധങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നത്. മാതാപിതാക്കൾ അസ്വസ്ഥരാണ്, അവരൊക്കെ ഇത്തരത്തിലുള്ള കോൾ നമ്മൾ വിളിക്കും. അപ്പൊ നമ്മൾ പോലും എന്ത് മറുപടി പറയണം എന്നുള്ളതിൽ, കാരണം ഈ ഇൻസ്റ്റാഗ്രാം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ABCD ഉമ്മക്കും ബാപ്പക്കും ഇല്ല. കുട്ടിയാണെങ്കിൽ അഗ്രഗണ്യാണ്. എന്താ പരിഹാരം? അപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാനുള്ള സാധ്യത, സാഹചര്യം ഇല്ലാതാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
ഈ ചർച്ച ഇനിയും തുടരേണ്ടതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, എക്സ്ട്രാ മറൈറ്റൽ റിലേഷൻഷിപ്പിലേക്ക് ആളുകൾ എത്തിച്ചേരാനുള്ള കാരണമെന്ത്, അതിനുള്ള പരിഹാരങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ തുടങ്ങി വെച്ചത്. ഇത് പരിപൂർണമല്ല, ഇനിയും ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കൂടി കണ്ടെത്തി അതിനൊക്കെ പരിഹാരം നിർദ്ദേശിക്കാനാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഉപകരിക്കുന്ന ഒരുപാട് അറിവുകളാണ് നമുക്ക് കരസ്ഥമാക്കിയുള്ളത്. ജീവിതം എന്നത് സുഖ ദുഃഖ സമ്മിശ്രമാണ്. അവിടെ ദുഃഖങ്ങളുണ്ടാവും, സുഖങ്ങളുണ്ടാവും, നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടാവും, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടാവും. അവയെല്ലാം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് എന്നാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഓരോരുത്തർക്കും അവരുടേതായ ഫീലിങ്ങുകളുണ്ട്, അവരുടേതായ ചിന്തകളുണ്ട്. ആ ചിന്തകൾ പരസ്പരം മാനിച്ചുകൊണ്ട്, പരസ്പരം ബഹുമാനിച്ചുകൊണ്ട്, പരസ്പരം ആദരിച്ചുകൊണ്ട്, തിരിച്ചറിഞ്ഞ് അംഗീകാരങ്ങൾ കൊടുത്ത് കമ്മ്യൂണിക്കേഷൻ നടത്തി മുന്നോട്ട് പോയാൽ ഒരു പരിധിവരെ ഇതുപോലെയുള്ള ദുരവസ്ഥകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാമെന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിനെ ഏറ്റവും നല്ല ഇസ്ലാമികമായി ജീവിക്കുന്ന, അതോടൊപ്പം സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ജീവിക്കുന്ന ഒരു കുടുംബമാക്കി നിലനിർത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം സംവദിക്കുകയും നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാനനായ പ്രൊഫസർ KP സാറിനോടുള്ള ഹൃദ്യമായ നന്ദി സ്നേഹക്കൂടിന് വേണ്ടി അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും അള്ളാഹു നന്മകൾ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.